കശ്മീർ വിഷയത്തിൽ പരിഹാരം കാണാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് എക്സിൽ കുറിച്ചതിന് പിന്നാലെയാണ് അതിർത്തി നിശബ്ദമായതിൽ അമേരിക്കയുടെ പങ്ക് എന്താണെന്ന ചോദ്യം ഉയർന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപ് വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് ലോകത്തെ അറിയിച്ചത് എങ്ങനെ? UN-ൽ പോലും ചർച്ച നടത്തില്ലെന്ന് ഇന്ത്യ പറഞ്ഞിരുന്ന കശ്മീർ വിഷയത്തിൽ ഷിംല കരാർ ലംഘിച്ച് ഒരു മൂന്നാം കക്ഷിയായ അമേരിക്ക ഇടപെട്ടിരുന്നു. അത്തരത്തിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇരു സൈന്യങ്ങളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമവായത്തിലേക്ക് എത്തിയതെന്നും പ്രതിരോധ മന്ത്രാലയം അടിവരയിട്ട് പറയേണ്ടി വന്നു. ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയല്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചാൽ മാത്രമേ വിശ്വാസ്യത നേടാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനും ഉത്തമ ബോധ്യമുണ്ട്. ലോക നേതാവായ അമേരിക്കയുടെ ശക്തി പ്രകടനമായിരുന്നു ഇന്ത്യ പാക് വിഷയത്തിൽ കണ്ടത്. ഒരിക്കലും അല്ല. ഗസയിലും ഉക്രൈനിലും ഇതുവരെ പറക്കാത്ത സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചിറകടിക്കേണ്ടത് ഇന്ന് ഏറ്റവും വലിയ ആവശ്യം ഡൊണാൾഡ് ട്രംപിനാണ്. ലോകത്ത് നടക്കുന്ന മറ്റൊരു സംഘർഷത്തിലും ട്രംപിന് ആശങ്കയില്ല. എന്നാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉടലെടുത്ത സംഘർഷാവസ്ഥ ട്രംപിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. അതിന്റെ കാരണവും ട്രംപ് ഒടുവിൽ എക്സിൽ കുറിച്ച വരികളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാ ഞാൻ ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് പറഞ്ഞു നിർത്തുന്നിടത്ത് അമേരിക്കയുടെ താല്പര്യം പ്രകടമാകുന്നു. ഇരു രാജ്യങ്ങളുമായി തുറന്നു കിടക്കുന്ന ബൃഹത്തായ ഒരു വിപണി മാത്രമല്ല അമേരിക്കൻ ലക്ഷ്യം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടാൻ 170 കോടിയോളം വരുന്ന ഇരു രാജ്യങ്ങളുടെയും ആകെ ജനസംഖ്യയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലെന്ന് തോന്നിപ്പിക്കുന്നതെങ്കിൽ അതൊരു അമേരിക്കൻ തന്ത്രം മാത്രമാണ്. അമേരിക്കയുടെ നിലവിലെ ശത്രു ചൈനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത തരത്തിൽ ചൈനയുമായി മാത്രമാണ് അമേരിക്ക ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് വ്യാപാര യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ചൈനയും US-ന് ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തിയെങ്കിലും ട്രംപിന്റെ നടപടി ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സാമ്പത്തിക രംഗത്ത് സൃഷ്ടിക്കുക. ഇതിനു പുറമെ അമേരിക്കൻ കമ്പനികൾ പലതും ചൈന ഉപേക്ഷിക്കാനും തീരുമാനിച്ചു. ഇവിടെയാണ് ചൈന ഒരു ദയവുമില്ലാതെ അമേരിക്കയ്ക്ക് റെയർ എർത്ത് മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള ധാതുക്കൾ നൽകില്ലെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഭാവി പോലും മരവിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ധാതുക്കളുടെ ഇറക്കുമതി. ചൈനയുടെ പ്രഖ്യാപനം തുടരുമ്പോഴും ഉക്രൈന് 50% ലാഭം നൽകിക്കൊണ്ട് ധാതുക്കളുടെ ഖനനം അമേരിക്കയ്ക്ക് തുടരാൻ സാധിക്കുന്നതും അത് ദീർഘകാലം തുടർന്നു പോകുന്നതിനും റഷ്യ ഉക്രൈൻ യുദ്ധം അനിവാര്യമാണ്. ഇവിടെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും സമാധാനം പുലരേണ്ടത് US-ന്റെ കൂടി ആവശ്യമാകുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയതോടെ ചൈന വിടാനിരിക്കുന്ന അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ കുറഞ്ഞ ഉൽപാദന ചെലവാണ് US കമ്പനികൾക്ക് ഇന്ത്യയോടുള്ള താല്പര്യത്തിന് കാരണം. ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തിരുവായ്ക്ക് എതിർവായില്ലാതെ അംഗീകരിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളുമായി തുറന്നു കിടക്കുന്ന വിപണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകരുതെന്നും US-ന്റെ കൂടി ആവശ്യമാണ്. 11 ലക്ഷം കോടിയാണ് ഒരു വർഷത്തിൽ US ഇന്ത്യൻ വിപണിയിൽ നിന്ന് നേടുന്നത്.